സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ ഈ 50 വർഷം ആഘോഷിക്കുന്ന കളിയരങ്ങിന് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കളിയരങ്ങിൻ്റെ 1-2 പരിപാടിയിൽ ഞാൻ കഥകളി കാണാൻ വന്നിട്ടുണ്ട്. അത് ഞാനും ദേവകുമാറുമായി കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് 86-87 സമയത്ത് ഞങ്ങൾ ഒരു തവണ മാമൻ മാപ്പിള ഹാളിലും പിന്നെ വേറെ ഏതൊരു ഹാളിലും ഇപ്പോൾ ഓർക്കുന്നില്ല അത്. അങ്ങനെ എനിക്ക് കളിയരങ്ങുമായൊരു നേരിയ ബന്ധമുണ്ട്. പിന്നെ അതിനുശേഷം കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷം സുരേഷ് ബാബുവായും പിന്നീട് ഇതിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്റ്റായ ശ്രീ പള്ളം ചന്ദ്രനെയൊക്കെ നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 50 വർഷം ഇങ്ങനെ ഒരു സംഘടന വിശേഷിച്ചും ഈ മാറിവരുന്ന കാലഘട്ടത്തിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് എൻ്റെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇന്നിവിടെ കേരളത്തിൻ്റെ ദൃശ്യകലാ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു ആമുഖം പറയണമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് ആമുഖത്തിൽ തന്നെ നിർത്താം. ഇവിടെ തുടരാൻ പ്രഗത്ഭരായ ധാരാളം ആൾക്കാരുണ്ട്. ആ മേഖലയിൽ വിശേഷിച്ചും വളരെ സൂക്ഷ്മമായ രീതിയിൽ പഠനം നടത്തിയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഒന്ന് പറയേണ്ടത് ഈ പാരമ്പര്യം എന്നൊരു സങ്കല്പത്തെ പറ്റിയാണ്. കാരണം പലപ്പോഴും നമ്മൾ പാരമ്പര്യത്തെ എന്തോ വളരെ കാലമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. എന്നാൽ ഒരു കിഴക്കനേഷ്യയിലൊക്കെ പ്രചാരത്തിലുള്ളൊരു കഥയുണ്ട്. ഒരു മരം വെട്ടുകാരനോട് ചോദിച്ചപ്പോൾ അയാളുടെ തൊഴിലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പരമ്പരാഗതമായിട്ട് മരം വെട്ടുന്ന ആളാണ്. ഇത് 10-15 തലമുറകളായിട്ട് ഈ മഴു ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ പിടിയും അതിൻ്റെ ആ ഒരു മഴുവിൻ്റെ ആ ഒരു ലോഹ ബ്ലേഡും മാറിയിട്ടുണ്ടെന്ന് മാത്രം. ആക്ച്വലി ലിറ്ററലി പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ്. കാരണം പലപ്പോഴും തലമുറകൾ മാറി വരുന്നതോറും പലതും അതിലും മാറിയിട്ടുണ്ടാവും, കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ ഒരു വിശ്വാസവും പിന്നെ നമ്മുടെ അതിൻ്റെ ഒരു പരിപാലനവും ആണ് സംഭവിക്കുക. കാരണം നമ്മൾ കേരളത്തിലുള്ള പല കലാരൂപങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ പാരമ്പര്യ കല എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ തലമുറയിലും ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് പലപ്പോഴും അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടക്കൂട് പലപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്, ഇത് കൊണ്ടു നടക്കുന്ന ഒരു സമൂഹമാണ്. മാത്രമല്ല അതിനനുസരിച്ച് ഈ ദൃശ്യകലാരൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഈ കലാരൂപങ്ങൾ പുതിയ സാഹചര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. എല്ലാ കലാരൂപങ്ങളിലും നമുക്ക് കാണാനാവുന്നതാണ്. കാരണം ഉദാഹരണത്തിന് 1850-കളിൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നു. ആ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം അവതരണ കലകൾക്കുണ്ടായ മാറ്റം അതൊരു പുതിയ മൊറാലിറ്റിയെ സൃഷ്ടിച്ചു. അപ്പോൾ അത് വേറൊരു തരത്തിലുള്ളൊരു പ്രൊഫഷണലിസം, പുതിയ പ്രൊഫഷണലിസത്തെ കൊണ്ടുവന്നു. അത് നമുക്കൊക്കെ ബാധകമാണ്. കാരണം നമ്മുടെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിയിലും അല്ലെങ്കിൽ സയൻസിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾക്കെല്ലാം അനുസരിച്ച് നമ്മുടെ പാരമ്പര്യങ്ങൾ മാറുന്നുണ്ട്. ആ പാരമ്പര്യങ്ങൾ അതിന് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാരമ്പര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊരിക്കലും മാറാത്തതൊന്നല്ല. അതിൻ്റെ പേരിലുള്ള അങ്ങനെ ഒരു പിടിവാശിയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒന്നല്ല. കാരണം പലപ്പോഴും നമ്മൾ ഹിസ്റ്റോറിക്കലായി ചരിത്രപരമായി നോക്കുമ്പോൾ ഇതുണ്ടായ ഒരു സാഹചര്യം വളരെ വ്യത്യസ്തമായിരിക്കാം. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ഉൽപ്പത്തി തന്നെ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണം തന്നെ അതൊരു രാഷ്ട്രീയമായ ഒരു നിലപാടായിരുന്നു. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൃശ്യകലാ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ദൃശ്യകലകളിൽ ഒരു കാലഘട്ടത്തിൽ മാടമ്പി സമ്പ്രദായത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേട്രണേജിൽ ഉണ്ടായിരുന്ന കഥകളി കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം, അതേപോലെ തന്നെ ഒരു ദേശീയതയുടെ ഒരു കാലഘട്ടത്തിൽ അതേപോലെ തന്നെ ഒരു മോഡേണിറ്റിയുടെ കാലഘട്ടത്തിൽ അതിനെ ഇത്രയും അർത്ഥവത്തായ അല്ലെങ്കിൽ ഇത്രയും മൂല്യവത്തായ ഒരു കലാരൂപത്തെ എങ്ങനെ
അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയോട് അത് നശിക്കരുത്. മാത്രമല്ല അതിനെ മറ്റ് കുറച്ചുകൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു നല്ല അല്ലെങ്കിൽ മൂല്യമുള്ള കലാരൂപം മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമാണ് ഒരു പരിധിവരെ മഹാകവി വള്ളത്തോളിനെ കൊണ്ട് ഈ കലാമണ്ഡലം എന്നൊരു സ്ഥാപനം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ പിന്നിലുള്ളൊരു മാറുന്ന സമൂഹമുണ്ട്, അതിൽ സ്വാധീനം ചെലുത്തിയ മോഡേണിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ പലപ്പോഴും അത് പലപ്പോഴും നമ്മുടെ ആയുർവേദത്തിൽ കാണാൻ കഴിയും. കാരണം മാറുന്ന അതായത് പരമ്പരാഗതമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആയുർവേദം പലപ്പോഴും ഒരു മോഡേൺ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ കോൺടെക്സ്റ്റിലേക്ക് വരുന്നു, ഡിഗ്രികൾ വരുന്നു. അതേപോലെ തന്നെ അതിന് സമാനമായ ഒരു കാര്യം തന്നെയാണ് കഥകളിയിൽ സംഭവിച്ചിട്ടുള്ളത്. അതും അങ്ങനെ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോൾ ആ രൂപത്തിന് ധാരാളം മാറ്റങ്ങൾ വരുന്നു, അതിൻ്റെ പെഡഗോഗി മാറുന്നു. അത് മാറാതിരിക്കുമ്പോഴാണ് ധാരാളം ഒരു ആന്തരിക സംഘർഷങ്ങൾ ആ ഒരു കലാരൂപത്തിൽ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കാരണം വെച്ചാൽ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്തതല്ല. പിന്നെ അത് മാറരുത് എന്ന് ഷഠിക്കുന്നതും പലപ്പോഴും ഒരു മാറാത്ത അല്ലെങ്കിൽ ഒരു പിന്നിലേക്ക് പോകുന്ന ഒരു മനസ്സിന്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം കഥകളി അല്ലെങ്കിൽ പല ദൃശ്യകലാരൂപം പരമ്പരാഗതമായി അല്ലെങ്കിൽ ചെയ്തു പോരുന്ന പല ദൃശ്യകലാരൂപങ്ങൾക്കും ഒരു പുതിയ പാട്രണേജുകളും പുതിയ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും സ്ഥാപനവൽക്കരണവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഈ കലാരൂപങ്ങളും മാറുന്നുണ്ട്. ആ വിശേഷിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ദൃശ്യകലാ പാരമ്പര്യം എന്ന് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ദൃശ്യകല എന്ന രീതിയിൽ എത്രമാത്രം കലകൾ നമ്മൾ ആസ്വദിക്കുന്നു എന്നുള്ള അടുത്ത ചോദ്യമാണ്. കാരണം അതിൻ്റെ ഒരു സ്വാഭാവികമായ സന്ദർഭത്തിൽ അനുസരിച്ചൊരു കലാരൂപത്തെ വിലയിരുത്താൻ ആസ്വദിക്കുന്ന കലാരൂപങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ചുരുക്കമാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് പറയാനാവുന്ന ഇവോൾവ് ചെയ്തിട്ടുള്ള രൂപങ്ങൾ മാത്രമാണ്. ഇവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള കേരളീയ സംസ്കാരത്തിന്റെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കഥകളി പോലുള്ള രൂപങ്ങൾ, കൃഷ്ണാട്ടം പിന്നെയും അതൊരു റിച്വലിസ്റ്റിക് കോണ്ടെക്സ്റ്റിലാണ് അത് കൂടുതലും അത് നിർവഹിക്കപ്പെടുന്നത്. കൂടിയാട്ടം, അതേപോലെ തന്നെ കഥകളി. അത് മാറ്റുന്നത് ഇങ്ങനെയുള്ള ചില രൂപങ്ങൾ മാറ്റി നിർത്തിയാൽ അതിൽ ആസ്വാദനം എന്ന ഘടകം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അർജുന നൃത്തത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പടയണിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ രണ്ട് രൂപങ്ങൾ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ദൃശ്യരൂപങ്ങൾ അല്ലെങ്കിൽ കലാരൂപങ്ങൾ എന്നതിനെ വിളിക്കാമോ? കാരണം ഇതിൻ്റെ ഇത് ഉണ്ടായിരിക്കുന്ന ഈ രൂപങ്ങളെല്ലാം നമ്മുടെ വിശ്വാസവുമായി അല്ലെങ്കിൽ നമ്മുടെ ഒരു മിത്തോളജിയും അല്ലെങ്കിൽ മിത്തുമായി ബന്ധപ്പെട്ട് ഒരു പുരാവൃത്തവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കലാരൂപങ്ങളാണ് അല്ലെങ്കിൽ അവതരണ രൂപങ്ങളാണ്. ഇതിനെ നമ്മളെ ഒരു പുതിയ കാലഘട്ടത്തിൽ ഒരു ലിറ്ററസിയുടെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മൾ വിശേഷിച്ച് മനസ്സിലാക്കേണ്ടത് ഇതിന് കഥകളിയെക്കാളും അല്ലെങ്കിൽ മറ്റെല്ലാ ഇവളുടെ ആധുനിക നാടകത്തെക്കാളും ഒരു പരിസരല്ലേ എപ്പോഴും ആത്യന്തികമായിട്ട് ഈ ലിറ്ററസി, അതായത് ലിറ്ററസി ഉണ്ടാവും. നമ്മൾ എഴുതാനും വായിക്കാനും അതിലൂടെ നമ്മൾ അല്ലെങ്കിൽ അതിനെ ഈ കലയെയും അതേപോലെ തന്നെ അറിവിനെയും ട്രാൻസ്മിറ്റ് ചെയ്യാനും തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അവതരണം എന്ന പ്രതിഭാസം. മറ്റുള്ള എല്ലാ പ്രതിഭാസം അത് ഏറ്റവും അതായത് നമ്മളിപ്പം പക്ഷെ അതൊരു അറിവിന്റെ മേഖലയായിട്ട് നമ്മൾ കാണുന്നുമില്ല. കാരണം ലിറ്ററസിക്ക് മുമ്പേ വന്നിട്ടുള്ള ഒരു പ്രതിഭാസം എപ്പോഴും അതിന് ലിറ്ററസിയേക്കാൾ കൂടുതൽ മൂല്യം നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം പിന്നീടാണ് നമ്മൾ അർജുനത്വത്തെക്കുറിച്ചും പടയണിയെക്കുറിച്ചൊക്കെ നമ്മൾ എഴുതാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് പലപ്പോഴും ഇത് ഒരു വെർട്ടിക്കൽ ട്രാൻസ്മിഷനിലൂടെ, അതായത് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കല അല്ലെങ്കിൽ അവതരണ പ്രതിഭാസമായിരുന്നു. എന്നാൽ ഇന്ന് അതിനെ നമ്മൾ മറ്റു കലാരൂപങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാന്ന് പറയുന്നതിനകത്ത് ഒരു യുക്തിയില്ലായ്മയുണ്ട്. കാരണം ഇതൊന്നും നമ്മൾ ഇന്നിപ്പം കലാരൂപം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതെല്ലാം അടിസ്ഥാനമാക്കുന്ന അതിന്റെ സ്വാഭാവികമായ സന്ദർഭത്തെ ആസ്പദമാക്കിയാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പടയണി ആസ്വദിക്കുക? അതിൽ പ്രധാനമായിട്ടും നമ്മൾ പടയണിയുടെ ഒരു അനുഷ്ഠാനപരമായ ഘടകങ്ങൾ നോക്കുമ്പോൾ അത് വളരെ സേക്രഡായിട്ട് നിലകൊള്ളുകയും എന്നാൽ പടയണിയിൽ തന്നെയുള്ള വിനോദം എന്ന ഘടകം പലപ്പോഴും
അത് ഒരു പ്രൊഫൈനായിട്ട് അല്ലെങ്കിൽ ഒരു സെക്കുലാർ സ്വഭാവം അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് സ്വഭാവത്തോട് നിൽക്കുകയും ചെയ്യുന്നു. ഈ രണ്ടും പലപ്പോഴും ഒരു പല വെസ്റ്റേൺ സങ്കല്പങ്ങളും സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങളായിട്ട് നിൽക്കുന്നതാണ്. എന്നാൽ ഇത് രണ്ടും ഒരുമിച്ചൊരു ഒരു പ്രത്യേക അവതരണ ഘടനയിൽ വരുന്നത് പലപ്പോഴും നമ്മുടെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക സന്ദർഭത്തിൽ മാത്രമാണുള്ളത്. അല്ലെങ്കിൽ പലപ്പോഴും സൗത്ത് ഇന്ത്യയിലുള്ള പല ഉദാഹരണത്തിന് ഇപ്പം കോയിമ്പടാർ എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങൾ, അതേപോലെ തന്നെ ഈ മുടിയേറ്റിൽ വരുമ്പോൾ ചില ഈ എന്റർടൈൻമെന്റ് ഒരു റിലീഫിന് വേണ്ടി വരുന്ന ചില കഥാപാത്രങ്ങൾ. പക്ഷെ ഇതൊന്നും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാഥമികമായ നാടകീയതയുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ വരുന്ന ഒരു എന്താ പറയുക ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു കഥാപാത്ര അല്ലെങ്കിൽ രൂപാന്തരണം എന്ന് പറയുന്ന ഘടകത്തിലേക്ക് സംഭവിക്കുന്നില്ല. പടയണി പോലുള്ള കഥ അല്ലെങ്കിൽ ദൃശ്യകല അല്ലെങ്കിൽ ദൃശ്യാവതരണങ്ങളിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ അല്ല, പക്ഷെ അതിലൊരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. കാരണം അവിടെ ഒരിക്കലും ഒരു എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ആക്ടർ എന്ന് പറയുന്നതും ഒരു പെർഫോമർ എന്ന് പറയുന്നതും രണ്ട് എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പെർഫോമർ പലപ്പോഴും അയാൾ അതായിക്കൊണ്ട് തന്നെ അവതാരം നേടുകയാണ്. എന്നാൽ നടൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും അയാൾ ഒരേ സമയത്ത് നടനും ഒരേ സമയത്ത് ക്യാരക്ടറും. അവിടെ ഒരു ഡ്യുവാലിറ്റി ഉണ്ട്. ആ ഡ്യുവാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം, ഒരു നടൻ എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്നത്, ഒരു അവതരണത്തിൽ രൂപം കൊള്ളുന്നത്. എന്നാൽ അതിൽ നിന്നും പൂർണ്ണമായി വിഭിന്നമാണ് പടയണി അല്ലെങ്കിൽ മുടിയേറ്റ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവതരണ രൂപങ്ങളിൽ. അതൊരു പരിധിവരെ ട്രാൻസ്പോർട്ടേഷനാണ്, ഒരു പുരക്ഷേപണം എന്നുള്ള അർത്ഥത്തിൽ. അവിടെ ഒരിക്കലും ഒരു ഡ്യുവൽ എന്ന് പറയുന്ന സങ്കല്പം സംഭവിക്കുന്നില്ല. എന്നാൽ അവിടെ സംഭവിക്കുന്നത് ഒരു അവതരണപരതയാണ്. കാരണം പലപ്പോഴും അവിടെ ഒരു മിത്തോളജിയുടെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ഒരു സോഷ്യൽ ഫ്രെയിംവർക്കിന്റെ ഒരു ഇമാജിനേഷനാണ് അയാൾ സംഭവിക്കുന്നത്. അയാളുടെ ഒരു ഉള്ളിൽ നടക്കുന്ന ഒരു ഇമാജിനേഷനിൽ നിന്നുകൊണ്ടാണ് ഇയാൾ ഒരു കഥാപാത്രമല്ല, ഇത് ഒരു പ്രത്യേക ഒരു പ്രതിഭാസമായിട്ട് മാറുന്നത്, അരങ്ങത്ത് വരുന്നത്. ഒരു കാളിയായിട്ടായാലും ശരി, ദാരികനായിട്ടായാലും അങ്ങനെയാണ് വരുന്നത്. അതിന്റെയൊക്കെ ഇപ്പോൾ അവിടെ പലപ്പോഴും ഒരു നടൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കഥാപാത്രത്തിന്റെ നിയന്ത്രണം എപ്പോഴും നടനിലാണ് നിലകൊള്ളുന്നത്. പലപ്പോഴും നല്ല നടനെ കുറിച്ച് പറയുന്നത് എപ്പോഴാണ് ഒരു നടൻ അയാളുടെ കഥാപാത്രത്തെ ഷേപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്, അപ്പോഴാണ് നല്ല നടൻ ഉണ്ടാവുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ മാനറിസം അല്ല അവിടെ, അല്ലെങ്കിൽ വ്യക്തി സത്തയല്ല ഒരു കഥാപാത്രത്തെ ഒരു പലപ്പോഴും നിയന്ത്രിക്കുന്നത്. എന്നാൽ അതിന് വിഭിന്നമായിട്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രക്ഷേപണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ ഒരു റിച്വലിസ്റ്റിക് പെർഫോമൻസ് സംഭവിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാമുള്ള ചില മറ്റ് അനുകൂല ഘടകങ്ങൾ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു അവതരണ സംസ്കാരത്തിൽ പലപ്പോഴും കാണാൻ കഴിയും. കാരണം പലപ്പോഴും നമ്മൾ ഇപ്പം ഒരു തെയ്യം കാണുകയാണെങ്കിൽ തെയ്യവും ഇതിന്റെ പെർഫോമൻസും അല്ലെങ്കിൽ പെർഫോമൻസ് മാനിഫെസ്റ്റേഷനും അതിന്റെ റിച്വലുമായിട്ടുള്ള ബന്ധം വളരെ 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 വിദൂരത്തിലായിരിക്കും. അവിടെ ആ ഒരു ജനതയുടെ വിശ്വാസമാണ് ഇത് ആ ഒരു മിത്തുമായി ബന്ധപ്പെട്ട ഒരു പെർഫോമൻസ് നടക്കുന്നു എന്നുള്ളത്. പക്ഷെ അതൊരു നരേറ്റീവായി മാറുന്നില്ല, ഒരു മിത്തിന്റെ നരേറ്റീവായിട്ട് മാറുന്നില്ല. അതൊരു അവതരണം, അവിടെ ഒരു പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവിടെ ഒരു പെർഫോമൻസ് ആണ് സംഭവിക്കുന്നത്. എന്നാൽ ഈ പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു ഘടകമാണ് പലപ്പോഴും നമ്മൾ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു അവതരണ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ പെർഫോമൻസ് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നടക്കുന്നു, അതായത് ഇല്ലാത്തതിനെ ഉള്ളതായി നമ്മൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സംസ്കാരം അത് ഇതിലൂടെയാണ് സംഭവിക്കുക, ഈ അവതരണം എന്ന ഘടകത്തിലൂടെയാണ്. കാരണം പലപ്പോഴും നമ്മൾ ആധുനിക നാടകത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, കാരണം ഈ നാടകം എല്ലാം ഈ ഒരു റെഫറൻഷ്യൽ മീനിങ്ങിനെ ആസ്പദമാക്കിയാണ് നമ്മൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു നടൻ അവതരിപ്പിക്കുന്നത്. കാരണം അതായത് ഇപ്പൊ ഒരു ഡയലോഗിലുള്ള ഒരു പരാമർശിത അർത്ഥത്തെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ആ ഒരു കാലഘട്ടം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒരു പരാമർശിത അർത്ഥമല്ല ഒരു റിച്വലിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു നാടോടി അവതരണ സംസ്കാരത്തിലോ സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്ന ഒരു പെർഫോമേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു മിത്തോളജിയുടെ പെർഫോമേറ്റീവ് മീനിങ് ആണ് സംഭവിക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു പരിധിവരെ കഥകളി തുടങ്ങിയിട്ടുള്ള
ഫോമുകളിലും അല്ലെങ്കിൽ അവതരണ രൂപങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തിന്റെ ഒരു അവതരണ സംസ്കാരത്തിന്റെ ഒരു 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 ക്രക്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇവിടെ ഇത് നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നമ്മളും പല ഫോമുകൾ, ഇപ്പം കൂടിയാട്ടമായാലും ശരി, കഥകളി ആയാലും ശരി, അതിൽ കാണുന്ന അവതരണത്തിന്റെ സംസ്കാരത്തെ, കേരളീയ അവതരണപരതയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഒരേ നാടകത്തിന്റെ തന്നെ അവതരണം വീണ്ടും വീണ്ടും കാണാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ കഥ കാണാനല്ല പോകുന്നത്, ആ ഒരു നടന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിലുള്ള ആ ദിവസത്തെ അവതരണം കാണാനാണ് പോകുന്നത്. ഇത് ആധുനിക ഏറ്റവും പുതിയ നാടകവേദിയിൽ, ഇപ്പൊ പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞ പുതിയ നാടകവേദിയിലും ഒരു പരിധി വരെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഒരു ക്യാരക്ടറിന്റെ ഒരു റെഫറൻഷ്യൽ മീനിങ്ങിൽ നിന്ന് മാറിപ്പോയിട്ട് അതിന്റെ ഒരു പെർഫോമേറ്റീവ് മീനിങ്ങിലേക്കാണ് പോകുന്നത്. ഇതിന്റെ എലിമെന്റ്സ് പലപ്പോഴും നമ്മുടെ റിച്വലിസ്റ്റിക് തിയേറ്ററിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതിന്റെ ഒരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവേദന സ്വഭാവമാണ് പലപ്പോഴും നമ്മുടെ ഇവോൾവ് ആയിട്ടുള്ള എല്ലാ അവതരണ രൂപങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പെർഫോമേറ്റിവിറ്റി എന്താണ്? കാരണം നടൻ ഇവിടെ ഇത് അവതരിപ്പിക്കുന്നു, അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ഇപ്പം നളചരിതം 2-ാം ദിവസവും 3-ാം ദിവസവും നമ്മൾ പലതവണ കാണും. എന്തിനാണ് കാണുന്നത്? കാരണം കഥ അറിയാനല്ല. കാരണം ഇവിടെ ഒരിക്കലും അതിൽ പറയുന്ന കഥയല്ല പ്രധാനമായിട്ടുള്ളത്, ആ കഥ എങ്ങനെ അവതരിപ്പിക്കുന്നു, ആ ഒരു നടന്റെ അല്ലെങ്കിൽ ആ ഒരു പെർഫോമറുടെ അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ദിവസം വരുന്ന ആ ഒരു അനുഭവം അല്ലെങ്കിൽ അവതരണം എന്ന അനുഭവത്തെയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. ഒരു പരിധി വരെ നമ്മുടെ ഒരു കേരളീയ അവതരണ സംസ്കാരത്തിന്റെ ഒരു കാമ്പ് ഇത് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം നിർത്തുന്നു. നമസ്കാരം.